എല്ലാ സുഹൃത്തുക്കൾക്കും ബൈനോക്കുലർ ടോക്സിന്റെ ഒരു യാത്രയിലേക്ക് സ്വാഗതം. ഇതെവിടെയാണെന്നറിയോ? ഇത് കാറ്റാടിപ്പാടം, രാമക്കൽമേട്, ഇടുക്കി ജില്ലയിൽ കാറ്റാടി വെച്ചേക്കണേ. അതായത് കാറ്റാടിയിൽ നിന്ന് കാറ്റാടി വെച്ച് കാറ്റാടി വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പംപട്ട് വഴി വന്ന് വരാം, കൂട്ടാറ് വഴി വന്ന് വരാം, പുളിയമ്പലയിൽ നിന്ന് വരാം. എല്ലായിടത്തും ഏകദേശം 1-2 കിലോമീറ്ററൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ഈ താഴേന്ന് കാണുന്ന 1-2 അല്ല കേട്ടോ. ഇതിൻ്റെ ഈ മലമടക്കുകളിലെല്ലാം ഉണ്ട്. നല്ല ന്യായമായ രീതിയിലുണ്ട് സാധനം. ഒത്തിരി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ വെച്ചേക്കുന്നതൊന്നുമില്ല, എന്നാലും ഉണ്ട്. നമുക്കതിൻ്റെ ഉയരവും നമുക്കതിൻ്റെ വലിപ്പമൊക്കെ കാണാം. നമുക്ക് അങ്ങോട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തിയത് കേട്ടോ. ഇത് വഴി നല്ലൊരു കയറ്റമാണ്, വളരെ ശ്രദ്ധിച്ചോണം. നല്ല കുത്തുകയറ്റമാണ്. പിന്നെ റോഡൊക്കെ സൈഡൊക്കെ നല്ല അത്യാവശ്യം കൊള്ളാവുന്ന രീതി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ കയറ്റത്തൊന്നും നിർത്താൻ കാറ്റാടി കണ്ടെന്നും പറഞ്ഞ് ഒത്തിരി കുത്ത് കയറ്റുന്നതിനും വണ്ടി നിർത്താൻ നിൽക്കരുത്. അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ചോണം കേട്ടോ. ആകാശത്തിൻ്റെ കളർ കേട്ടോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും കേട്ടോ ഇവിടുന്ന് കൊണ്ട് റോഡ് തീർന്നു പോവാ. ആണ്ടാ ചെറുക്കന്മാരൊന്ന് കറങ്ങുന്നുണ്ടോ? ഇതെല്ലാം ഓരോ പ്രൈവറ്റ് സർക്കാരിന് ഇത് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയെന്നോ എന്തോ സംഭവം കേട്ടോ. ചെറിയ പൊക്കമുള്ളൂ കേട്ടോ. കണ്ടോ, ഇത് കാണാനും പറ്റത്തില്ല. ഇനി ഒന്നും അങ്ങോട്ട് കയറി നോക്കും. കണ്ടല്ലോ, ഈ സാധനം കൊണ്ടുവന്നപ്പം കുട്ടിക്കാനം പീരിമേഡ് റോഡൊക്കെ ബ്ലോക്കായിരുന്നു പറഞ്ഞത്. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ വളരെ കഷ്ടപ്പെട്ട് വലിയ JCB കിറ്റാച്ചി കൊണ്ട് റോഡ് വെട്ടിയൊക്കെ ഇതിൻ്റെ മേളിൽ കയറ്റിയേക്കുന്നത് കേട്ടോ. വലിയതൊന്നും കാണാനില്ല. വരാം, വണ്ടി കയറ്റി നിർത്താം, കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കാം. പിന്നെ ഈ ചുറ്റുപ്രദേശങ്ങളെല്ലാം കൂട്ടാറ്, രാമക്കൽമേടിൻ്റെ ഇപ്പുറ ഭാഗങ്ങളെല്ലാം കാണാം. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേഴാമ്പൽ ടവർ കുറവനും കുറച്ചായിരിക്കുന്ന മലയുടെ ഇപ്പർ സൈഡ്. ഇത് കാറ്റാടി നിൽക്കുന്ന, അതായത് കാറ്റാടിപ്പാടം തന്നെയാണ്. രാമക്കൽമേട് കാറ്റാടിപ്പാടം തന്നെയാണ് അറിയപ്പെടുന്നത്. രാമക്കൽമേട് കാറ്റാടിപ്പാടം എന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടുകയും ചെയ്യും കേട്ടോ. കാറ്റടിക്കുന്നുണ്ടല്ലോ, ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കാറ്റാടിപ്പാടം മൊത്തം ഇത് തന്നെ കാറ്റാടി വൈദ്യുതി ഉണ്ടാക്കാൻ വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വലിയ ആളൊന്നുമില്ല. എനിക്ക് 2-3 ദിവസമായിട്ട് ഈ നമ്മൾ പോയിടത്തെല്ലാം മഴയായതുകൊണ്ട് വലിയ ആൾക്കാരൊന്നുമില്ല. വന്ന വഴിക്കൊരു പേരയ്ക്കായിട്ട് വിഷം അടിക്കാത്തതുകൊണ്ടായിരിക്കും പേരയ്ക്കകത്ത് നല്ല പുഴുവായിരുന്നു കേട്ടോ. കഴിക്കാൻ തുടങ്ങിയപ്പോഴേ പുഴുവാണ്. ഇനി കടിച്ചുകൂടെ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാറ്റാടിപ്പാടം യാത്ര കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നമ്മൾ പതുക്കെ യാത്ര തിരിക്കുവാണ്. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ പോരുക കേട്ടോ. എല്ലാവരും പോരി കയറിക്കോ, പാപ്പാ.